ഹൃദയക്കൂട്ടിൽ. രചന വസീം അക്രമാൻ സിദ്ര. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പ്രിയമോളെ, ഇന്നെന്താ നേരത്തെ? പരീക്ഷയല്ലേ അമ്മേ? ഞാനത് മറന്നു. ഞാൻ പോവാണേ. അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് ഞാൻ ഇറങ്ങി. +2 പരീക്ഷയാണ്. രാവിലെ ഭഗവാനെ മണിയടിച്ചാണ് പോക്ക്. ചെറുപ്പം മുതലേ നന്നായിട്ട് പഠിക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നിൽ നല്ല പ്രതീക്ഷയാണ്. ചേച്ചിക്ക് നല്ല മാർക്കുള്ളതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. വീട്ടിൽ നിന്നിറങ്ങി ടൗൺ വരെ നടന്നു. എന്നും അങ്ങനെയാണ് പോക്ക്. കുട്ടൻ ചേട്ടൻ ഇന്നും മീനും കൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രിയമോളെ, പരീക്ഷയല്ലേ? അതെ ചേട്ടാ. പഠിച്ചിട്ടുണ്ടോ? നന്നായി പരീക്ഷ എഴുതണം കേട്ടോ. ഞാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും നടന്നു. ബസ്സിൽ കയറി. നിറയെ കുട്ടികളുണ്ട്. കോളേജിൽ പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. കണ്ടക്ടറാണ്. ഞാനൊരു 5 രൂപ തൊട്ടെടുത്ത് ആൾക്ക് നേരെ നീട്ടി. നമ്മുടെ ബസ് തന്നെയാണ്, എങ്കിലും കയറുമ്പോൾ കൊടുക്കണമല്ലോ. പരീക്ഷയല്ലേ മോളെ? നന്നായിട്ട് എഴുതണം കേട്ടോ. ഞാനൊന്ന് മൂളി. എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇനി പരീക്ഷ കഴിയും വരെ ഇത് കേൾക്കണം. അയാൾ പുറകിലേക്ക് പോയത് എൻ്റെ കണ്ണ് പുറകിലേക്ക് നീണ്ടു. പതിയെ പോലെ തന്നെ ഈ നോട്ടം പ്രതീക്ഷിച്ചെന്നോണം അവനും ഉണ്ടായിരുന്നു. ഒരു ടീനേജ് ലവ്. കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ പ്രണയം. അല്ലെങ്കിലും ടീനേജ് പ്രണയങ്ങൾ അങ്ങനെയാണല്ലോ. യുവാവോ യുവതിയോ ആയതിനു ശേഷം പ്രണയം എന്ന് പറയുന്നതിൽ മിക്കവാറും കടന്നു വരുന്ന അശ്ലീല സംഭാഷണങ്ങളോ സ്പർശനങ്ങളോ ഇല്ലാത്ത കവിതകൾ വർണ്ണിക്കുന്ന പോലെയുള്ള പരിശുദ്ധമായ പ്രണയം. എത്ര മറവി ബാധിച്ചാലും മനസ്സിൽ നിന്നും ആയുസ് കളയാൻ കഴിയണമെന്നില്ല. യുവത്വത്തിലേക്ക് കടന്നാൽ അങ്ങനെയൊരു പ്രണയം ഉണ്ടാവുക എന്നതൊരു വിപ്ലവമാണ്. സ്കൂൾ പടിയെത്തി. കണ്ടക്ടർ ചേട്ടനാണ്. ആ കണ്ണുകൾ എന്നിലേക്ക് എത്തുമ്പോഴേക്കും ഒളിച്ചുകളി നിർത്തി ഞാൻ ബസ്സിൽ നിന്നിറങ്ങി. എനിക്ക് പുറകെ അവനും ഉണ്ടായിരുന്നു, ചന്ദനക്കുറി അണിഞ്ഞുകൊണ്ട്. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ പ്രിയെ. അവനാണ്. എൻ്റെ മുഖമൊന്ന് മാറിയാൽ അവനറിയാം. പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ. നീ ഇങ്ങനെ പേടിക്കാതെ, പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും. നീ പഠിച്ചോ? എൻ്റെ ചോദ്യത്തിൽ നിന്ന് വഴിഞ്ഞു മാറി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവൻ ഓടി. എൻ്റെ മുഖം ദേഷ്യത്താൽ ചുവക്കുന്ന അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. പണ്ടേ പഠിക്കാൻ മടിയാണ്. വിളിച്ചിരുത്തി ഓരോന്ന് പറഞ്ഞു കൊടുത്താണ് ഞാൻ. എന്നിട്ടും എനിക്ക് നല്ല ദേഷ്യം വന്നു. അവൻ്റെ ഈ കുട്ടികളിയൊക്കെ എന്നും മാറാനാണ്. +2 കഴിഞ്ഞതേ ഉള്ളെങ്കിലും ഒരു സീരിയസ്നെസ് ഒക്കെ വേണ്ടേ? ഹാൾ ടിക്കറ്റ് നമ്പർ നോക്കി ഞാൻ ഹാളിലേക്ക് പോയിരുന്നു. അവസാനമായി ഒന്നുകൂടി ഓടിച്ചു നോക്കി. അപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു. പരീക്ഷ കഴിഞ്ഞിറങ്ങിയതും അവന് എൻ്റെ ഒപ്പം നടന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എൻ്റെ ശബ്ദത്തിലെ മാറ്ററിഞ്ഞിട്ടാവണം പിന്നെ സൈലൻ്റ് ആയത്. ഞാനും മിണ്ടിയില്ല. സ്റ്റോപ്പിലിറങ്ങിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. വീട്ടിലേക്ക് നടന്നു. എങ്ങനെയുണ്ടായിരുന്നു മോളെ പരീക്ഷ? എളുപ്പമായിരുന്നു അച്ഛാ. ഞാൻ കുളിച്ച് ഫ്രഷായ അമ്മയുടെ അടുത്ത് പോയി. എനിക്ക് പ്രിയപ്പെട്ട വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കഴിച്ച് ചായയും കുടിച്ച് പഠിക്കാനിരുന്നു. പെട്ടെന്ന് അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. റൂമിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട്. ഞാൻ അമ്മയെ നോക്കി. അരുണ മോളെ. അമ്മയുടെ അവൻ നല്ല കൂട്ടാണ്. അവൻ്റെ കാര്യമൊക്കെ അറിയുമ്പോൾ സ്നേഹം കണ്ടാൽ മതിയായിരുന്നു. ഹലോ ആ ഇൻ്റഗ്രേഷൻ ഒന്ന് പറഞ്ഞു തന്നേ. സംശയം. ഞാൻ പറഞ്ഞു കൊടുത്ത് ഫോൺ വെച്ചപ്പോഴേക്കും ഒരു നേരമായിരുന്നു. അമ്മയുടെ അടുത്ത് പോയി ഫോൺ എടുത്തു. അമ്മ ഒരു പുഞ്ചിരിയോട് അത് വാങ്ങി വെച്ചു. എന്നെ അത്രയും വിശ്വാസമാണ്. അവരെയല്ലേ താൻ ചതിക്കുന്നത്. മനസ്സിലൊരു നോവ് പടർന്നു. അവനൊരു ജോലിയായിട്ട് പറയാം. അവർക്കും സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല. എൻ്റെ സന്തോഷമാണ് അവരുടെ സന്തോഷം. ഞാൻ റൂമിലേക്ക് പോയി. എല്ലാം അന്നൊന്ന് പഠിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും മാത്സ് ആണ്. ഇൻ്റഗ്രേഷൻ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് തീർന്നു. ഒന്നുകൂടി ഇക്വേഷൻസ് ഒക്കെ ഓർത്തുകൊണ്ട് ഞാൻ കിടന്നു. പരീക്ഷയുടെ തലേന്നവരാരും ഓരോ സംശയം കൊണ്ട് വിളിച്ച്. അങ്ങനെ മുഴുവൻ ഭാഗം അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാനും പഠിച്ചു. പിറ്റേന്ന് ബസ്സിൽ കയറിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ബസ് നിർത്തിയപ്പോൾ വാതിലിനടുത്തായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി നടന്നു. പുറകിൽ ഓടി വരുന്ന ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പ്രിയ, ഞാൻ ഇന്നെല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂളിയതല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞില്ല. അതവന് വിഷമായി കാണും. സാരമില്ല, എനിക്ക് എളുപ്പമായിരുന്നു. വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് വന്ന് അവൻ പറഞ്ഞപ്പോൾ അതും ഞാൻ മൈൻഡ് ചെയ്തില്ല. അന്നും അവൻ വിളിച്ചു സംശയം ചോദിക്കാൻ. ആദ്യം തൊട്ട് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഒന്നുകൂടി പാഠങ്ങൾ എൻ്റെ മനസ്സിൽ പതിയുകയായിരുന്നു. അവസാന പരീക്ഷയുടെ തലേന്ന് വരെ ഇത് ആവർത്തിച്ചു. അവസാന ദിവസം പരീക്ഷ കഴിഞ്ഞ് ഞാൻ അവന് വേണ്ടി കാത്തു നിന്നു. കാത്തു നിൽക്കുന്ന എന്നെ കണ്ട ആ മിഴികളിൽ ഒരു തെളിച്ചം വരുന്ന ഞാൻ നോക്കി കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നിനക്കോ? നീയല്ലായിരുന്നു ഒരു ടീച്ചർ. കുഴപ്പമില്ലായിരുന്നു. ഒരു കണ്ണിറുക്കി പറയുന്നവനെ നോക്കി ഞാനൊന്ന് ചിരിച്ചു. ഞാൻ പഠിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓഹോ, എങ്കിൽ പഠിക്കണ്ടായിരുന്നല്ലോ. അവന് ഞാനൊന്ന് ചൊറിഞ്ഞു പോയിക്കൊണ്ട് പറഞ്ഞു. മാർക്കില്ലെങ്കിൽ എവിടെ അഡ്മിഷൻ കിട്ടില്ലല്ലോ. അതിനിപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കാശില്ലേ? പല കോളേജിൽ എടുക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ അവനെ പുച്ഛിച്ചു. ഒരു ജോലി കിട്ടണമെങ്കിൽ മാർക്ക് വേണ്ടേ? മാത്രമല്ല, ഒരു ജോലി ഇല്ലാത്ത ആൾക്ക് നിന്റെ അച്ഛൻ നിന്നെ കെട്ടിച്ചു കൊടുക്കുമോ? ഞാൻ നല്ലൊരു ചെക്കനെ കിട്ടിയെങ്കിൽ ജീവിച്ചോളാം. കൊല്ലും നിന്നെയാണ്. ചുവന്ന മുഖത്തോടെ പറയുന്നവനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഞാൻ അവനോടൊപ്പം നടന്നു. യാത്ര പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞിരുന്നു. നല്ല മാർക്കോടെ +2 പാസ്സായതും ഡിഗ്രിക്ക് അടുത്തുള്ള കോളേജിൽ ചേർന്നു. ഡിഗ്രി പഠനകാലമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്.
കോളേജ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും സിവിൽ സർവീസ് നേടണമെന്ന മോഹം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചു. ഒന്നിനു വേണ്ടി ഒന്നും മാറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സിവിൽ സർവീസും കോച്ചിങ് പഠനവും അരുണും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അവന് നല്ല മാർക്കുണ്ടായിരുന്നു. നാട്ടിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും കാണാൻ പറ്റാത്ത വേദനയുണ്ടായിരുന്നു. ഇടയ്ക്കുള്ള ഫോൺ കോളിലൂടെയാണ് ഞങ്ങൾ സംസാരിച്ചു പോന്നിരുന്നത്. ചേച്ചിയും ഇതേ കോളേജിലാണ് പഠിക്കുന്നത്. അവൾ BCom, ഞാൻ ഫിസിക്സും. എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയത് ഈ കോളേജ് ലൈഫിലാണ്. എന്തിനേതിനും കൂടെ നിൽക്കുന്ന 2 പേര്. ഇത്രയും നല്ല സൗഹൃദം എനിക്ക് സ്കൂൾ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അവരോടുള്ള അത്രയും അടുപ്പില്ലെങ്കിലും മറ്റുള്ളവരോട് എനിക്കും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സ്കൂൾ ടൈമിൽ അരുൺ മാത്രമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പങ്കുവെക്കാൻ പറ്റുന്ന 2 പേരായിരുന്നു ആതിരയും അഞ്ജനയും. ഇവരെ കൂടാതെ എൻ്റെ അടുത്തിരിക്കുന്ന കുരുത്തം കെട്ടതാണ് മാനസ. ഇടയ്ക്കിടെ അരുണിൻ്റെ ഓർമ്മയിലേക്ക് തള്ളിവിടുന്ന അവളാണ്. പഠിക്കുന്ന സമയം ശ്രദ്ധിക്കാതിരുന്നിട്ട് അലസമായിരുന്ന അവളെ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ ഓർമ്മ എന്നിലേക്ക് ഓടിയെത്തും. ശ്രദ്ധിക്കാതിരുന്നിട്ട് കണക്ക് വർക്കൗട്ട് ചെയ്യാൻ തരുമ്പോൾ അതെന്തായെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും നോട്ടവുമുണ്ട്. കയ്യിലിരിക്കുന്ന പേനയോടൊരു കൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് ഇയർ അവസാനമായപ്പോഴേക്കും അവൾ ബാക്ക് ബെഞ്ചിലേക്കായിരുന്നു. ബാക്ക് ബെഞ്ചിലിരിക്കുന്ന അപർണയ്ക്ക് ഫ്രണ്ടിൽ ഇരുന്നാൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അപ്പോഴേക്കും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അവൾ ഇഷ്ടപ്പെട്ട ആളെ വീട്ടുകാർക്കും ഇഷ്ടമായിരുന്നു. എനിക്കതൊരു ആശ്വാസമായിരുന്നു. അരുണിൻ്റെ കാര്യത്തിൽ ആകെയുള്ളൊരു പേടിയും മാറി. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിരിക്കുന്ന അന്ന് ശനിയാഴ്ചയായിരുന്നു. മോളെ പ്രിയേ, നമുക്കൊന്ന് അമ്പലത്തിൽ പോയിരുന്ന വഴി ജോൽസിനെയും കണ്ടിട്ട് വരാം. ശരിയച്ചാ, ഇതിവിടെ പതിവുള്ളതാണ്. 3-4 മാസം കൂടുമ്പോഴൊന്നും ജോൽസിനെ കാണാൻ പോകുന്നു. എനിക്കും അച്ഛനും എല്ലാം നല്ല വിശ്വാസമാണ്. പക്ഷേ എൻ്റെ ജീവിതം താളം തെറ്റാൻ തുടങ്ങിയതും അവിടെ മുതലാണ്. ആ, ഇതാരൊക്കെയാ ഇത്? വലിയ രാഘവ, എന്താ വിശേഷിച്ച്? ലക്ഷ്മി മോളുടെ കല്യാണം കഴിഞ്ഞല്ലേ? ആ, ഇത്ര നേരത്തെ ആരും പ്രതീക്ഷ കാണില്ല. പ്രിയ മോളുടെ ജാതകം കൂടി ഒന്ന് നോക്കിയേക്കാന്ന് കരുതി. അതാ വന്ന്. അയാൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവർ അകത്തേക്ക് കടന്നു. ആഹാ, പ്രിയ മോളും ഉണ്ടോ? കണ്ടിട്ട് ആയല്ലോ. നന്നായി പഠിക്കണ്ടല്ലോ അല്ലേ? അതിൻ്റെ കാര്യം അവളോട് ചോദിക്കേണ്ടതില്ലല്ലോ. അതിനുത്തരവ് രാഘവൻ തന്നെ പറഞ്ഞ് ചിരിച്ചു. അച്ഛൻ അയാളുടെ കൈകളിലേക്ക് ജാതകം നീട്ടി. അയാളത് വാങ്ങി നോക്കി. രാഘവ, പ്രിയ മോൾക്ക് ഇപ്പം എത്ര വയസ്സായി? എന്തുപറ്റി തിരുമേനി? മംഗല്യയോഗം കാണുന്നുണ്ടേ. അത് വളരെ പെട്ടെന്ന് തന്നെ. 21 വയസ്സിനുള്ളിൽ കുട്ടിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 29 കഴിഞ്ഞിട്ടേ മംഗല്യയോഗം കാണുന്നുള്ളൂ. അവൾക്കിപ്പോൾ 19 ആവുന്നല്ലേ ഉള്ളൂ. പിന്നെ 29 എന്ന് പറയുമ്പോൾ അതൊത്തിരി താമസിക്കില്ലേ? അവിടുന്ന് ഇറങ്ങുമ്പോൾ കേട്ടതിനെ ഞെട്ടിലായിരുന്നു ഞാൻ. വീട്ടിലെത്തിയതും അച്ഛനും അമ്മയും സംസാരിക്കുന്ന കണ്ട് ഞാൻ അകത്തേക്ക് നടന്നു. അരുണിനെ ഓർത്തും കണ്ണിലൊരു നനവ് പടർന്നു. അച്ഛനോട് സംസാരിച്ചാലോ? അതിനുമുമ്പേ ഫോണെടുത്ത് ഞാൻ അവനെ വിളിച്ചു. ഹലോ ഡാ, നീ എന്തെടുക്കുവാ? വീട്ടിലിതാ വന്ന് കയറിയുള്ളൂ. ഒന്ന് ഫ്രഷ് ആയിട്ടൊരു ചായയും കുടിച്ചിട്ട് പിന്നെ പഠിക്കാതിരിക്കണം. ഇല്ലേ, എനിക്ക് പെണ്ണിട്ടില്ലല്ലോ. ഒരു ചിരിയോടെ അവനത് പറയുന്ന കേട്ടിട്ടും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഉള്ളിലുള്ള ഭയം തന്നെയായിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ ഒരു മോളിൽ ഞാൻ മറുപടി ഒതുക്കി. എന്തു പറ്റിയടി? ഞാനും അച്ഛനും കൂടി ഇന്ന് അമ്പലത്തിൽ പോയ വഴി ജോൽസിനെ ഒന്ന് കണ്ടു. എൻ്റെ പൊന്ന് പ്രിയെ, എനിക്ക് നിന്നോട് ആകെ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എതിർപ്പുള്ളൂ. ഇന്നത്തെ കാലത്തും ജാതകത്തിലും ജോൽസിനിലൊക്കെ വിശ്വസിച്ച് നടക്കുന്ന നിന്നെ സമ്മതിക്കണം. അരുൺ, ശരി ശരി, നിന്റെ വിശ്വാസമല്ലേ, ഞാനായിട്ട് എതിർക്കുന്നില്ല. അല്ല, കണ്ടിട്ട് അവരെന്ത് പറഞ്ഞു? ഉടനെ മംഗല്യയോഗം കാണുമെന്ന്. നിനക്ക് കേട്ടാൻ ഓക്കെയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലേ മോളെ. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ കൂടി നിനക്ക് മടി പിടിക്കും. എന്തോന്ന്? അല്ല, നീ സിവിൽ എഴുതിയെടുത്തിട്ട് ഞാൻ കെട്ടൂന്ന്. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പഠിക്കാനുള്ള ടൈം കാണില്ല. അതുകൊണ്ട് വെറുതെ കണ്ണി കണ്ട ജോത്സ്യന്മാരുടെ വാക്കായിട്ട് എന്നെ വെറുതെ പ്രലോഭിപ്പിക്കരുതേ. ഞാൻ പല്ലുകടിച്ച് അവൻ്റെ ചിരി അപ്പുറത്ത് ഉയർന്നു കേട്ടു. അതെൻ്റെ അധരങ്ങളിലേക്കും പടർന്നു. അവൻ്റെ സംസാരത്തിൽ ഒരു നിമിഷം എൻ്റെ ടെൻഷൻ ഇല്ലാതായിരുന്നു. ഡീ പോത്തെ. എന്താ? ഓ, ഭാഗ്യം വെച്ചിട്ടില്ല. അല്ല, എന്നിട്ട് നിന്റെ അച്ഛനെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ടെൻഷനായിട്ടാണ് നടക്കുന്നത്. എന്തിന്? ഇപ്പം നടന്നില്ല, പിന്നെ 29 കഴിഞ്ഞിട്ടേ ഉണ്ടാവുന്നു. അതിനിടയിൽ നടക്കില്ല എന്ന്. അത് ശരിയാ. പിന്നെ എന്തിനാ കിളവിയായിട്ട് കെട്ടണോ? അതുവരെ ഒന്നും ഞാൻ പറ്റിയില്ല. എന്നാ പിന്നെ നീ ഇപ്പോൾ തന്നെ അങ്ങ് കെട്ട്. ഏയ്, നീ ഇങ്ങനെ ദേഷ്യപ്പെടാ. ഞാൻ നിന്നെ കൂളാക്കാൻ പറഞ്ഞ. അച്ഛൻ എന്താണ് പറയുന്നത് നോക്ക്, എന്നിട്ട് വിളിക്ക്. ഓക്കെ? പേടിക്കണ്ട കേട്ടോ. ഫോൺ വെച്ച് ഒരാഴ്ച കടന്നുപോയി. അച്ഛനെ അരികിലേക്ക് വിളിച്ചു. എന്താ അച്ഛാ? മോളെ കാണാൻ നാളെ ഒരു കൂട്ടർ വരുന്നുണ്ട്. അച്ഛാ, ഇപ്പോഴേ? ആ ജോത്സ്യം പറഞ്ഞ മോളും കേട്ടല്ലേ? ഇനിയും നീട്ടിയ അച്ഛനോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പതുക്കെ ഞാൻ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. ആ കാൽച്ചുവട്ടിലിരുന്നു. അച്ഛൻ്റെ കൈയെടുത്ത് കയ്യിൽ വെച്ചു. എന്നെ ഒന്നും നുള്ളി നോവിക്കുക പോലും ചെയ്യാത്ത ആളാണ് ഞാൻ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പ്രിയമോളെ, അങ്ങനെ ചെയ്യാൻ പാടില്ലാട്ടോ എൻ്റെ കുട്ടി എന്ന് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി തരും. ചേച്ചിയോട് അങ്ങനെ തന്നെ. ഓർത്തു എൻ്റെ മിഴികൾ നിറഞ്ഞു. അത് കണ്ടിട്ടാവണം ആശ്വാസത്തിനെന്ന പോലെ അമ്മേൻ്റെ തലയിൽ തലോടി.
അച്ഛാ, എന്താടാ? എനിക്കൊരാളെ പറഞ്ഞു. ഞാൻ കരഞ്ഞുപോയിരുന്നു. അയ്യേ, ഇതിനാണ് എൻ്റെ മോള് കരയുന്നത്. ദേവാ, ആരാള്? അരുൺ ജോലി കിട്ടിയിട്ട് അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നതാ. മോളുടെ പ്രായമില്ല അവന്. അതെങ്ങനെയാ ദേവാ? 29 കഴിഞ്ഞിട്ട് മതി അച്ഛാ. എന്തിനെങ്ങനെ തിരക്കി പിടിക്കണേ? അത് ഒരുപാട് നീളില്ലേ മോളെ. മറുപടിയൊന്നും പറയാൻ ഞാൻ അകത്തേക്ക് നടന്നുപോയിരുന്നു. പെൺമക്കളുള്ള ഏതൊരച്ഛൻ്റെയും ആദ്യമാണ് ജനിക്കുന്നത് മുതൽ ഭൂതനിധി കാക്കും പോലെ സൂക്ഷിച്ച് സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കും വരെ. എനിക്ക് മനസ്സിലാവും. പക്ഷെ അരുൺ, ഞാൻ വേഗം അവനെ വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ട്. മറുതലക്കിൽ അവൻ്റെ ശബ്ദം. ഹലോ, പറയടി. നിനക്കെന്നെ ഇപ്പം കെട്ടാൻ പറ്റുമോ? പ്രിയ, എന്താ ഇത് ഇത്ര പെട്ടെന്ന്? നിനക്ക് പറ്റുമോ ഇല്ലയോ? പെട്ടെന്ന് നീ ഇങ്ങനെ ചോദിച്ചാൽ ഞാനെന്ത് പറയും? ആദ്യം അവിടെ എന്തുണ്ടായി അത് പറയും. അവളെല്ലാം പറഞ്ഞു. അവൻ്റെ മനസ്സും കിടന്ന് പുകയാൻ തുടങ്ങി. അച്ഛനൊന്ന് ഫോൺ കൊടുത്തേ, ഞാൻ സംസാരിക്കാം. അച്ഛൻ്റെ കൈകളിലേക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഉള്ളു നീർന്ന് ഞാൻ അറിഞ്ഞു. നടക്കില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള അവരെങ്ങനെ എന്നെ വിവാഹം ചെയ്യാൻ കഴിയും? വീട്ടുകാർ സമ്മതിച്ചാലും നിയമം പോലും എതിരാണ്. എൻ്റെ മനസ്സിൽ വിശ്വാസവും പ്രണയം തമ്മിലുള്ള പോരാട്ടമായിരുന്നു. വിശ്വാസത്തിനേക്കാൾ പ്രണയത്തിനായിരുന്നു തൂക്കം കൂടുതൽ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. എന്നാൽ തിരികെ ഫോൺ തരുമ്പോൾ എന്നെ നോക്കിയ അച്ഛൻ്റെ മിഴികളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടിയത് ഞാൻ കണ്ടു. എന്നെ തളർത്തി കളഞ്ഞത് ആ വാത്സല്യമാണ്. വിശ്വാസത്തിനും പ്രണയത്തിനും മുകളിലായിരുന്നു അതിൻ്റെ സ്ഥാനം. ആ കണ്ണ് നിറയുന്ന എനിക്ക് കണ്ടില്ലെന്ന് വെക്കാൻ കഴിയുമായിരുന്നില്ല. റൂമിൽ കയറി വാതിലടച്ചുകൊണ്ട് ഫോൺ ചെവിയോട് അടുപ്പിച്ചപ്പോൾ എന്നെ മനസ്സറിഞ്ഞെന്നോണം അവൻ പറഞ്ഞു. പ്രിയ, നമുക്ക് പിരിയാം. എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. പകരം ഏങ്ങലടികൾ മാത്രം ഉയർന്നു. കോള് കട്ടായെന്ന് തോന്നുന്നു. കയ്യിൽ നിന്ന് ഫോൺ മാറ്റിവെച്ച് ഞാൻ ഉറക്കെ കരഞ്ഞു. ഉള്ളിലെ വേദന തീരുന്നവരെ ഉറക്കെ കരഞ്ഞു. ആ ഫോൺ കോളിനപ്പുറം അവനും കരയുകയായിരുന്നു. ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഹൃദയം അത് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഓരോ തിരക്കുകളിലേക്ക് ഊളിയിട്ടു. അതിനിടയിൽ തകൃതിയായി പെണ്ണ് കാണലും നടന്നു. ഒരു വിളിക്കപ്പുറം നല്ലൊരു സുഹൃത്തായി ഇപ്പോഴും കൂടെ അവനുണ്ട്. പക്ഷെ എൻ്റെ ഭാവി ജീവിതത്തിനെ ചിന്തിച്ച് അവൻ തന്നെ എന്നെ വിലക്കി. മറക്കുവാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഇല്ല. പക്ഷെ പ്രണയിക്കുന്നില്ല. പ്രണയിച്ചിരുന്നുവെന്ന് മാത്രം. ഇന്നെന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മോളെ, നാളെ ഒരു കൂട്ടുകാർ വരുന്നുണ്ട്. നാളെ രാവിലെ ഞാനിന്ന് അമ്പലത്തിൽ പോവും. പെട്ടെന്ന് വരണേ. ഭഗവാന്റെ കൂടെ ഒളിച്ചോടാൻ പറ്റുമെന്ന് നോക്കട്ടെ. താർക്കുത്തരം പറയുന്നോടി അസത്തെ. പഠിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ 12 കഴിഞ്ഞു. കാലത്ത് കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തിരികെ വന്നു. പെണ്ണ് കണ്ട് സംസാരിച്ചവർ പോയി. ചെക്കരേതോ ഒരു കമ്പനിയിലാണ്. എന്തുകൊണ്ടോ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. മറ്റൊരു കൂട്ടർ വന്നു. അതിനുശേഷം വേറൊരു കൂട്ടരും കണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് അച്ഛനെ കാണാൻ സൂര്യചേട്ടൻ വന്നു. ഒരിക്കൽ എന്നെ കണ്ടുപോയതാണ്. സൂരജോ, എന്താ മോനെ? അത് അച്ഛാ, പ്രിയ എനിക്ക് തരൂ. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് അത്രയും ഇഷ്ടമായിട്ടാ. തരില്ലെന്ന് മാത്രം പറയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഒരു വാലന്റൈൻസ് ഡേ. സൂര്യചേട്ടൻ കോളേജിൽ വന്നു. അത് കണ്ട് ടീച്ചേഴ്സ് രാഘനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് അവർ കാര്യം അറിയുന്നത്. പഠിക്കാൻ മിടിക്കായതുകൊണ്ട് തന്നെ എല്ലാവരും എതിർത്ത് പറഞ്ഞു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീവിതം കണ്ടവരാണല്ലോ. പക്ഷെ അപ്പോഴേക്കും അവനെ അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് കോളേജിലെത്തിയപ്പോഴാണ് പ്രിയയുടെ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. ശരിക്കും അതൊരു ഷോക്കായിരുന്നു. പെട്ടെന്ന് കല്യാണ ദിവസം വന്നു. എൻ്റെ ഒപ്പം ആതിരയായിരുന്നു വന്നിരുന്നത്. ഏതാണ് ഓഡിറ്റോറിയം എന്നറിയാതെ വലഞ്ഞ് അവരടുത്തേണ്ട ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു. ചേട്ടാ, എന്താ മോളെ? ഈ കല്യാണം നടക്കുന്ന പള്ളിയുടെ അടുത്തുള്ള ഓഡിറ്റോറിയം എവിടെയാ? അയാൾ വേറൊരാളോട് വിളിച്ചു പറഞ്ഞു. രാജേഷേ, ഇവർ നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം കൂടാൻ വന്നാ. ഇവർക്ക് ആ ഓഡിറ്റോറിയം ഒന്ന് കാണിച്ചു കൊടുത്തേ. അയാളത് പറയുമ്പോൾ അവരറിയുകയായിരുന്നു. പേര് പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഈ നാട്ടുകാർക്കുമെന്ന്. അവർ ഓഡിറ്റോറിയത്തിൽ കയറി. കവാടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ദേവപ്രിയ വേഡ് സൂരജ്. അകത്ത് കയറി. പെണ്ണ് വന്നിട്ടില്ല. അവർ കുറച്ചു നേരം അവിടെ ഇരുന്നു. ശേഷം പുറത്തേക്ക് ഇറങ്ങി. നല്ല രീതിയിൽ ടെൻഷനുണ്ടായിരുന്നു എനിക്ക്. ദാമ്പത്യ ജീവിതം തുടങ്ങുന്നു. എനിക്ക് ടെൻഷനായാൽ അങ്ങനെയാണ്. എൻ്റെ കൈ തണുക്കും. അച്ഛൻ തണുത്ത് എൻ്റെ കൈ പിടിച്ച് ഏട്ടൻ്റെ കൈകളിൽ ചേർത്ത് വെച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ആദ്യ നാളുകളിൽ വിരുന്നും സൽക്കാരവുമായി പോയി. വിരുന്നിന് പോയാൽ പെണ്ണ് വണ്ണം വയ്ക്കുമെന്ന് സത്യമാണെന്ന പോലെ മെലിഞ്ഞിരുന്ന ഞാൻ തക്കുട് ഗുണ്ടുമണിയായി മാറി. കല്യാണത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ മനോഹരമായിരുന്നു. ഇടയ്ക്കെപ്പോഴും ഞാനും സൂര്യചേട്ടനും 1-2 പറഞ്ഞു ഉടക്കാൻ തുടങ്ങി. ആദ്യമായി ഏട്ടൻ മദ്യപിച്ച് വീട്ടിൽ വന്നതിനായിരുന്നു വഴക്ക്. ഏട്ടൻ മദ്യപിക്കുമെന്നുള്ളത് എനിക്ക് പുതിയ അറിവായിരുന്നു. ചില വഴക്കുകൾ മാപ്പുറയിൽ അവസാനിക്കുമ്പോൾ ആ മാപ്പ് പറച്ചിൽ അവസാനിക്കുന്ന ഞങ്ങളുടെ കിടക്കവങ്കിടിലൂടെയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഏട്ടൻ്റെ അമ്മയ്ക്ക് എന്നുള്ള പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അച്ഛൻ അവർ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന കളിപ്പായെ പോലെയാണ്. ഞാൻ 3 മാസം പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഏതൊരു പെണ്ണിനും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നിട്ട് കൂടി എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല.
എൻ്റെ കുഞ്ഞു വന്നാലെല്ലാം ശരിയാവുമെന്നോർത്തു ആ പ്രതീക്ഷ എന്നിൽ സന്തോഷം നിറച്ചു. അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന ഏട്ടനോട് അത് പറയുമ്പോൾ സന്തോഷത്തോടെ എന്നെ ചേർത്ത് പിടിച്ചു. ഇനി കുടിക്കില്ലെന്ന് സത്യം ചെയ്ത ഏട്ടൻ പിന്നീട് വീട്ടിൽ കയറി വന്ന് കുടിച്ചിട്ടാണ്. സ്ഥിരം ഇത് ആവർത്തിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അവൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആശ്വാസത്തിന് കുറച്ച് കുടിച്ചു, അതിനിപ്പോൾ എന്താ? ഇതായിരുന്നു മറുപടി. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ഒരിക്കൽ കുടിച്ച് ബോധമില്ലാതെ വന്ന് ബെഡിലേക്ക് വീണു. ഏട്ടൻ്റെ ചെരുപ്പ് ഊരി മാറ്റി നേരെ കിടത്തുമ്പോഴാണ് അൺലോക്കായി ഫോണിൽ ആരുടെയോ ചാറ്റ് ഓപ്പണായി കിടക്കുന്നത് കണ്ടത്. കുറേ കിസ്സിങ് ഇമോജികൾ, സ്റ്റിക്കറുകൾ. ഞാൻ തലയിൽ കൈവച്ച് ഞാൻ എൻ്റെ താലിയിൽ മുറുകെ പിടിച്ചു. വീർത്തു വരുന്ന വയറിൽ തൊട്ട് ആ ചാറ്റ് ബോക്സ് നോക്കി. അശ്ലീല ചുവയുള്ള മെസ്സേജ് മാത്രം. ഓരോന്നും ഓപ്പൺ ചെയ്തു. എല്ലാവരെയും അതിന് നിർബന്ധിക്കുന്നു. അതിന് വഴങ്ങിയ പലരും ആ രീതിയിൽ മറുപടി പറയുന്നു. എനിക്ക് അറപ്പ് തോന്നി. അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ പുറകിലെല്ലാം കേട്ടുകൊണ്ട് അയാൾ ഉണ്ടായിരുന്നു. വല്ലവനെയും പ്രേമിച്ച് നടന്നല്ലേ നീയും? അപ്പം എന്തൊക്കെ നടന്നു കാണും. അതുകൊണ്ട് എനിക്കിതൊക്കെ ആവുന്നില്ല, എന്ത് തെറ്റാ? അയാളുടെ വായിൽ നിന്ന് വന്ന വാക്കിൽ കേട്ടപ്പോൾ അറപ്പോടെ ഞാൻ തലതിരിക്കുമ്പോൾ തകർന്നു പോയിരുന്നു. ഓ, വലിയ ശീലാവധി വന്നിരിക്കുന്നു, വന്നിരുന്ന് കഴിക്ക്. അത്രയും പറഞ്ഞ് മോനെ കഴിക്കാനിരുത്തുന്ന ആ സ്ത്രീയെ കണ്ടതും മോൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂടുതൽ നിൽക്കുന്ന ആ സ്ത്രീയാണെന്ന് മനസ്സിലായി. അരുണിൻ്റെ പേര് അന്ന് ആദ്യമായി ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. അല്ല, അയാൾ വലിച്ചിഴച്ചു. അശ്ലീല ചുവയുള്ള ഒരു നോട്ടമോ സംസാരമോ അവരിൽ നിന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അതിനെ ഞാൻ വിലക്കിയെങ്കിലും പിന്നീട് സ്ഥിരമാവുകയായിരുന്നു. അമ്മയും ഇടയ്ക്ക് പണി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് വഴക്ക് തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങും, എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ഇത്തിരി ആക്രാന്ത കാണിക്കേണ്ട, എന്തൊരു തീറ്റയായത്. ഒരിക്കൽ സായികെട്ട് ഞാൻ പ്രതികരിച്ചു, നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് തന്നെയാ ഈ വയറ്റി കിടക്കുന്നത്. ആർക്കറിയാം കോളേജിലേക്കൊന്നും പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന്. കണ്ടമാരുടെ കൂടെ നടന്നല്ലേ, അങ്ങനെ അല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് കേട്ടതും കാൽ ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഞാൻ അറിഞ്ഞു. ആരോടും പറയാനാവാതെ വീർപ്പ് മുട്ടുന്നതിനിടയിലും എനിക്ക് ആശ്വാസം ആദരയും അഞ്ജനയുമായിരുന്നു. അവരോടൊപ്പമുള്ള നിമിഷം ഞാൻ സന്തോഷവതിയാണെന്ന് കാണിച്ചുകൊണ്ടിരുന്നു. 7-ാം മാസം വീട്ടിൽ വന്ന് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സഹിക്കാനാവുമായിരുന്നില്ല അവൾക്കത്. എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. അച്ഛനെ ഏട്ടനെയും വീട്ടുകാരെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ആവർത്തിക്കില്ലെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രസവത്തിന് വന്ന് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോയത്. ഒരാഴ്ച നന്നായി പോയി. ഒരു പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഞാൻ കണ്ടത് അഞ്ജനയോട് സംസാരിച്ച് നിൽക്കുന്ന അയാളെയായിരുന്നു. കൂടെ മാനസയുമുണ്ട്. അന്ന് വീട്ടിൽ വന്നപ്പോൾ അവളുടെ പേര് അയാളോട് വിളിച്ചു ചോദിച്ചു. അയാൾ മെസ്സേജ് അയക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ അയാൾ ഒരിക്കലും ആ രീതിയിൽ കാണില്ലെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അപ്പോഴേക്ക് അയാൾക്ക് എന്നോട് സ്നേഹമായിരുന്നു. പിന്നെ വീണ്ടും പഴയ പോലെ ആയിരുന്നു. കുടിച്ചു വന്ന് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ അയാളിതൊന്നും പുറത്ത് കാണിച്ചില്ല. എല്ലാം സഹിച്ചു. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് നിന്നു. ഒരിക്കലും അവരെന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് ഉറപ്പിച്ച അന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അമ്മേ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാം അമ്മേ, എനിക്ക് ഇനി ഇവിടെ പറ്റില്ല അമ്മേ, ഒന്ന് വാ ഇപ്പൊ തന്നെ പ്ലീസ്. മോളെ, ഈ രാത്രിയിൽ ഞാൻ അമ്മ എനിക്ക് ഒട്ടും പറ്റാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഈ രാത്രി ഞാൻ വിളിക്കും, എന്നൊന്ന് കൊണ്ടുപോ പ്ലീസ്. ഈ രാത്രി കൂടി മോളൊന്ന് ക്ഷമിക്ക് അമ്മ, രാവിലെ തന്നെ വരാം. ഇനി എൻ്റെ കുഞ്ഞവിടെ നിൽക്കണ്ട, ഇപ്പൊ വാ അമ്മേ. അച്ഛൻ ഇവിടെ ഇല്ലടാ, രാവിലെയാവും വരാൻ, അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കിൻ്റെ കുട്ടി. അതിനൊന്ന് മോളി മറുപടി പറയുമ്പോൾ എന്നെ ശ്വാസം മുട്ടിക്കുന്ന അസ്വസ്ഥത പിടികൂടിയിരുന്നു. കാലത്ത് കോളേജിൽ പോയ ഞാൻ കേട്ടത് അവളുടെ മരണവാർത്തയാണ്. റൂമിലെ ജനൽ കമ്പിൽ തൂങ്ങി നിൽക്കുന്നു. ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ട അയാൾ ഇന്നലെ ഓഫീസിൽ ജോലിക്ക് പോയിരുന്നു പോലും. ഇന്നലെ വരെ ചിരിച്ചു കളിച്ച് കൂടെ നിന്നവൾ കോളേജിൽ എത്തിയിരുന്ന ഓരോരുത്തരുടെയും വാക്കിൽ നിന്നും വിശ്വസിക്കാനാവാൻ ഞാൻ അവിടെ തറഞ്ഞിരുന്നു. പരസ്ത്രീ ബന്ധമുള്ള ഒരാൾ ആ വാക്കെൻ്റെ മനസ്സിൽ തട്ടി നിന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ ആ വീടിൻ്റെ പടി കയറിയപ്പോൾ കണ്ടു എല്ലാം തകർന്ന് നിസ്സഹനായിരിക്കുന്ന അവളുടെ അച്ഛനെ. അച്ഛനും അമ്മയും ജീവനോടെയുള്ളപ്പോൾ മക്കളുടെ മേൽ മണ്ണ് വീഴുന്നതിന് കാരണക്കാർ അവർ തന്നെയാവുന്ന അവസ്ഥ ജീവനോട് അവരെ ചീതയിൽ വെക്കുന്നതിന് സമമാണ്. അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു വയസ്സ് പോലും ആവാത്ത വിശ്വമോന്റെ കരച്ചിൽ എൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ആ ജ്യോത്സ്യന് എന്തുകൊണ്ടാണാവോ ജാതകത്തിൽ അകാല മൃത്യു കാണാൻ സാധിക്കാതെ പോയത്? ഒരുപക്ഷെ കാത്തിരുന്നെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിലും അവൾ ഇന്ന് ജീവനോട് ഉണ്ടാകുമായിരുന്നില്ലേ? 1000 പ്രതീക്ഷകളുള്ള പെണ്ണിന് സ്വന്തം കുഞ്ഞിനെ പോലും മാറോടണക്കാനാവാതെ മണ്ണോട് മണ്ണ് ചേർന്നിരുന്നു.